ഹലോ മോനു. കുഞ്ഞാക്ക, ഇപ്രാവശ്യം ഇപ്പൊ പെരന്റെ വാടക ഒന്നും കിട്ടിയില്ലല്ലോ. ഇതിപ്പോ എങ്ങനെ ശരിയാവുക? അത് പെട്ടെന്ന് തരേ. ഇപ്പൊ പണി കുറവാണേ, അതാണ്. അത് പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവുക? ഞമ്മക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ട. അപ്പൊ ഇജ്ജ് 2 ദിവസം കൊണ്ട് ആ പൈസ തരാൻ നോക്ക്. നമ്മള് വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒക്കെ പെൻഡിങ് ആണല്ലോ. എന്താ തിരക്കാറ്റായി പോയി. ഹലോ വാനല്ലേ? എവിടെയാണ്? അല്ല കൊറേ പെൻഡിങ് ഉണ്ടല്ലോ. തരാ. അതെ, ഇപ്പൊ അനിച്ചിട്ട് ഇപ്പൊ 2 ദിവസം ലീവ് ഇനി തന്നെ. എന്നെ കുറച്ചെന്തെങ്കിലും കൊണ്ടടാ. വണ്ടിക്കാർ ഒരുപാട് വരാണ്ട്, കുറെ കായ് കൊടുക്കാണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ വേഗം ശരിയാക്കി തരാം. ആയിക്കോട്ടെ കേട്ടോ. ശരി. ഞാൻ ഇപ്പൊ വരാട്ടോ. എങ്ങോട്ടാ പഞ്ചിനോടത്ത് പോണേ? ഓരോരുത്തർ വിളിച്ചിട്ടില്ല ജി. ഞാൻ ആരെങ്കിലും കണ്ട എന്തേലും ഒരു പറ്റി ഉണ്ടാവും നോക്കട്ടെ. എന്നാ വേഗം പോന്നളി. സംഗതി ഇപ്പൊ നല്ല ടൈറ്റ് തന്നെ. എന്നാലും ഇപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കണ്ടേ. എന്തായാലും ഇപ്പൊ ഇത് കിട്ടിയ നല്ലൊരു ആശ്വാസമായി കുട്ടിമാനെ. അതൊന്നും നോക്കണ്ട. ഇപ്പൊ ചെന്ന് തൽക്കാലം കാര്യങ്ങൾ നടക്കും. കുട്ടിമാന്റെ 2000 വാങ്ങിക്കണം. അതും വാങ്ങിയോ? അല്ല എന്താ കാട്ടുക? എന്നാ പെട്ടെന്ന് ആ പീടി കൊണ്ടുപോയി കൊടുക്കളി. ഇപ്പൊ കുറച്ച് പൈസ വേണ്ടോ? എന്തിനാടാ? എന്റെ സ്കൂളിൽ നിന്ന് എല്ലാരും ടൂറുണ്ട്, അപ്പൊ എനിക്കും പോണം. പൊന്നാരഞ്ച മോനെ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേച്ച് എന്താ കാട്ടുക? എത്രങ്ങാനും സ്ഥലത്താണ് കൊടുക്കല്ലത്. ആ പീടിയിലും അവിടെ ഇവിടെയൊക്കെ ടൂറൊക്കെ പിന്നെ പോകാം. അതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് എന്തായാലും പോകണം. എല്ലാരും പോണാണ്. എന്ത് വെച്ചാൽ 1000 പട്ടില്. മോനെ എപ്പിച്ചൊന്ന് പറയണേ കേക്ക്. നമുക്ക് പോകോ ഇതുപോലെ? എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളോട് എന്ത് പറഞ്ഞാണ്ടോ 1000 പട്ടില്. ഞാൻ പോവാ. എങ്ങോട്ടാണ് ജി? ഞാൻ എങ്ങോട്ടേലൊക്കെ പോവാ. ഹലോ, നോക്കി നിങ്ങള് പീടിക്ക് എത്തിയോ? എന്തേ? ഒന്നുമില്ല, മോന് ഇവിടെ അതും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയണേ? മോന് ടൂർ പോകാൻ പൈസ കൊടുത്തിട്ടില്ല. ഓന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയണത്. എന്താ നമ്മൾ കാട്ടണത് വെച്ചിട്ട് പേടിയാവുണ്ട്. എന്താ ഞാൻ പറയാ? പോയ വൈക്ക് ഇനി വരൂലെന്നൊക്കെ പറയണത്. പേടിയായിട്ട് വെച്ച. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പൈസ ഓന് കൊടുക്ക. അല്ലാത്ത എന്താ ചെയ്യാ? അപ്പൊ പീടി കൊടുക്കലതാകെ പ്രശ്നാവൂലേ? പ്രശ്നമാവും പറഞ്ഞിട്ട് എന്താ കാട്ടുന്നത്? ഓൻ ഇറങ്ങിപ്പോയി കണ്ട് എന്തായാലും പറ്റാതെ അതിലും വലിയ പ്രശ്നല്ലേ? അതും ശരിയാണ്. എന്നാ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നളി. ആയിക്കോട്ടെ. എന്താണ് കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ വാടക? കുഞ്ഞാക്ക, പൈസ ആയിട്ടില്ല. 2 ദിവസം കൊണ്ട് ഞാൻ റെഡിയാക്കി തരാം. എനിക്ക് ചെറുക്കനെ ടൂറിന് പറഞ്ഞേക്കാനും ജാളിയാക്കാനൊക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. എന്റെ വാടക തരാൻ എൻ്റെ അടുത്ത് പൈസ അല്ലേ? ഇതൊക്കെ ഞാൻ അറിയണ്ടേ. ഇജ്ജെന്താ മനസ്സിലാക്കിയേ? ഇതൊന്നും നടക്കൂല കേട്ടോ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് വേറെ വീട് നോക്കുക. അതല്ല, അവിടെ എനിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നാളെ ആ വാടകനെ കൊടുക്കണ്ട. എന്ത് പറ്റി മാനു? കുഞ്ഞു നല്ല ചൂടിലാണല്ലോ. എന്ത് പറ്റി? ഒന്നും പറയണ്ട എൻ്റെ മാഷെ. കുഞ്ഞാക്കാക്ക് വാടക കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ അപ്പം ചെറുക്കൻ്റെ ടൂർ പോക്കുണ്ടായത്. അയ്യോ, വാടകയൊന്നും കൊടുക്കാതെ കുട്ടികളെ ടൂറിന് വിടുന്നേ. ആകെ മോശമല്ലേ? അറിയായിട്ടല്ല മാഷെ ഇതൊന്നും. എങ്ങനെയാ വിടാതിരിക്കുക? നിങ്ങൾ കേട്ടില്ലേ? ടൂറ് പോകാനായിക്കായിട്ടും ഫോണ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഓരോ കുട്ടികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. പേടിയാണ്. അല്ല, അത് ശരിയാ. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് എന്തില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനൊരു കഴിവ് നമുക്കുണ്ടായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. അതെ, ഈ 2ഉം 3ഉം കുട്ടികളെയൊക്കെ സ്കൂൾക്ക് വിടാനുള്ള മാതാപിതാക്കളോട് പെട്ടെന്ന് ഈ ടൂറിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ ചെയ്യുക? അല്ല, അത് ശരിയാ. ഇതൊരു വിഷയമായി കണ്ട് നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് നിങ്ങൾ നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് അതിജീവിക്കാനൊരു കഴിവുണ്ടാകട്ടെ.
കുട്ടികളെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മാനും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നമുക്കൊരു ബോധവൽക്കരണം നടത്തണം. നല്ല കാര്യമാണ്, നല്ല കാര്യം. ചങ്ക് പൊട്ടാണ് മാഷ്. കാണാം. പാവം മക്കളൊക്കെ ഇങ്ങനെ തുടങ്ങി എന്തോ ചെയ്യാം. സങ്കടം തന്നെ.